ദില്ലി ദാലിയുടെ പുതിയ ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള രണ്ടാം വരവിന് ശേഷമുള്ള നയ വ്യതിയാനങ്ങളും ജർമ്മനിയിൽ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ പുതിയ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയുള്ള വലതുപക്ഷ യാഥാസ്ഥിതിക പാർട്ടിയുടെ നേതാവ് ഫ്രെഡറിക് മേഴ്സിൻ്റെ പ്രസ്താവനയുടെയും അടിസ്ഥാനത്തിൽ മുതിർന്ന പത്രപ്രവർത്തകനായ ടി കെ അരുണുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഈ ലക്കം ദില്ലി ദാലി. ടി കെ അരുൺ സീനിയർ ജേർണലിസ്റ്റും പ്രമുഖ കോളമിസ്റ്റും ഇക്കണോമിക് ടൈംസ് ദിനപത്രത്തിൻ്റെ മുൻ എഡിറ്ററുമാണ്. ദില്ലി ദാലിയുടെ ശ്രോതാക്കൾക്ക് സുപരിചിതനാണ് ടി കെ അരുൺ. സംഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ഒരു പതിവ് അഭ്യർത്ഥന ഞാൻ പറയുകയാണ്. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്നും ഇതിനോട് സഹകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വാഗതം ടി കെ അരുൺ ഒരിക്കൽ കൂടി ദില്ലി ദാലിയിലേക്ക്. ഉക്രൈൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഉള്ള അമേരിക്കൻ നയങ്ങളിൽ നിന്നും തികച്ചും വിപരീത നില എന്ന് പറയാവുന്ന റഷ്യൻ അനുകൂല നയമെടുത്തപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ടി കെ അരുണിനെയാണ്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെയും അമേരിക്കയുടെയും പൊതുവെ പാശ്ചാത്യ മനസ്സാക്ഷിയുടെയും അഭിപ്രായത്തിന് വിരുദ്ധമെന്ന് പറയാവുന്ന ഒരു നിലപാട് സൂചിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അരുൺ. കാരണം റഷ്യ യുദ്ധത്തിലേക്ക് തള്ളിയത് പടിഞ്ഞാറൻ യൂറോപ്പും അമേരിക്കയുമാണെന്നും അരുൺ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ എന്തു തോന്നുന്നു? ഓൾ ഓഫ് എ സഡൻ ഈ ലോക രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങളുടെയും ഒരു പരിണാമം, ഒരു ഒരു എന്താ പറയുക, ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കാം. പണ്ട് ഇത് പറഞ്ഞ് കേട്ടിലാണല്ലോ, ക്വാണ്ടിറ്റി കൂടി കൂടി ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരുത്തും. ക്വാണ്ടിറ്റി എന്നുള്ള മാറി ക്വാളിറ്റി മാറ്റത്തിലേക്ക് സംഗതി എത്തും. അതുപോലത്തെ ഒരു മാറ്റത്തിലേക്ക് ലോകരാഷ്ട്രീയം, പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളുടെ രാഷ്ട്രീയം സംഭവിച്ചിരിക്കുക. ഇതില് പല പല സംഗതികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഗ്ലോബൽ ഇനീക്വാലിറ്റി, ഗ്ലോബലൈസേഷൻ, ഇത് തമ്മിലുള്ള ബന്ധവും അത് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ മേലെ ഏൽപ്പിക്കുന്ന സാമ്പത്തിക ഭാരവും. അതായത് 10-40 വർഷത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ജനസംഖ്യയുടെ ഒരു 80% ജീവിത നിലവാരം യഥാർത്ഥ രീതിയിൽ തളം കെട്ടി നിൽക്കുക. താഴേക്കെട്ടുള്ള 80%ന്റെയും ജീവിത നിലവാരം ഒരു 40 കൊല്ലം മുമ്പുള്ള സ്ഥിതിയിൽ അങ്ങനെ തന്നെ നിൽക്കുക. അതേസമയം മേലേക്കടയുള്ള 20%, പ്രത്യേകിച്ചും ഏറ്റവും മുകളിലുള്ള 3%, 5%, 1% ജീവിതം ആകെ മാറി അവര് വാനോളം ഉയർന്ന നിലയിലേക്ക് മാറി. ഇതിന് കാരണം ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇതാണ്: ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഇതിന്റെ ഒരു കളിസ്ഥലം ഭൂഗോളം ആകെയായിട്ട് മാറും. അപ്പോ എവിടെ ക്യാപിറ്റൽ സർപ്ലസ് ആണ്, ആ സർപ്ലസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ, ഏറ്റവും കൂടുതൽ വേഗത്തിൽ, ഏറ്റവും വലിയ തോതിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥലത്തേക്ക് അതങ്ങോട്ട് ഒഴുകിക്കോളും. അപ്പോ വളരെ കുശലമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുന്ന ഒരു കക്ഷിക്ക് ക്യാപിറ്റൽ കിട്ടുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള കാര്യം. മുൻകാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ കൈവശമുള്ള ആൾക്കാരെ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ വരും. 2, മാർക്കറ്റ് ഈ ഭൂഗോളം മുഴുവൻ. WTO ഒക്കെ വന്നു കഴിഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങളിലെയും എന്താ പറയുക, പ്രൊട്ടക്ഷൻ ലെവൽ കുറച്ചു, അവരുടെ ടാരിഫ് കുറച്ചു, അവരുടെ സമ്പദ്ഘടനകൾ തുറന്നു വെക്കപ്പെട്ടു. നിങ്ങളുടെ കമ്പോളം ലോക കമ്പോളത്തിന്റെ ഭാഗമായിട്ട് മാറി. 3, ടെക്നോളജിയിലും കണ്ടമാനം വ്യത്യാസം വന്നു. അതിന്റെ മുകളിൽ റെസ്ട്രിക്ഷൻ ഏറെ കുറഞ്ഞു. എല്ലാം മുഴുവൻ മാറിയതല്ല,
പല കീ ടെക്നോളജീസ് ഇപ്പോഴും കമ്പനികൾ സ്വന്തം കയ്യിൽ വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ സർക്കാരുകൾ സ്വന്തം രാജ്യത്തെ കമ്പനികൾക്ക് വേണ്ടി മാത്രം വെക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ വൻതോതിൽ അതിൻ്റെയും ആക്സസ് വളരെ വിപുലമായിട്ട് ആക്സസിബിൾ ആയിട്ട് മാറും. നാലാമത് ടാലന്റ്. പണി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആൾക്കാരുടെ ടാലന്റാണ്. അതെ. ഈ ടാലന്റും തന്നെ മാർക്കറ്റും ഗ്ലോബലായി. ഇന്ത്യയിൽ നിന്നുള്ള IT എഞ്ചിനീയർമാർ, IIT പഠിച്ച് പാസ്സായ മിടുക്കന്മാർ അമേരിക്കയിൽ സിലിക്കൺ വാലിയിൽ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ലോകത്തെമ്പാടും ജാപ്പനീസ്, ജർമ്മൻ, എല്ലാ എഞ്ചിനീയർമാരും സാങ്കേതിക ആൾക്കാരൊക്കെ എവിടെയൊക്കെ അവർക്ക് നല്ല ഡിമാൻഡ് ഉണ്ടോ അവിടേക്ക് എത്തിച്ചു. അപ്പോൾ ഒരു സംരംഭകന് ഗ്ലോബലൈസേഷൻ തുടങ്ങിയതിന് ശേഷം ക്യാപിറ്റൽ ഭൂഗോള തലത്തിൽ കിട്ടുന്നു, ടാലന്റ് ഭൂഗോള തലത്തിൽ കിട്ടുന്നു, അയാളുടെ കമ്പോളം ഭൂഗോള തലത്തിലാണ്, ടെക്നോളജിയും അയാൾക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് പിന്നെ ലാഭം കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ വൻതോതിൽ അവർ ലാഭം ഉണ്ടാക്കുന്നു. മൊത്തം സമൂഹത്തിൽ GDP ശരിക്കും വേണമെങ്കിൽ രണ്ട് തരത്തിലാണ് അത് വിഭജിക്കപ്പെടുന്നത്. മൊത്തം നമ്മൾ ഈ എന്താ പറയാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് പോലെ സാധനം ഉണ്ടല്ലോ, ഒരു സമ്പദ്ഘടനയിൽ ആ കൂടി ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സർവീസുകളുടെയും മൂല്യം അത് രണ്ട് തരത്തിലായിട്ട് വിഭജിക്കപ്പെടും. ഒന്ന് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, രണ്ട് റിട്ടേൺ ഓൺ ലേബർ. അതായത് വേതന, രണ്ടാമത് ലാഭം. ഇത് രണ്ടായിട്ട് മാറും. വേതനം എന്ന് പറയുമ്പോൾ തനി ഏറ്റവും താഴേക്കുള്ളത് കൂലിവേല മാത്രമല്ല, മൊത്തം ശമ്പളമായിട്ട് കൊടുക്കുന്ന കാശും മറ്റേ ലാഭമായിട്ട് പോകുന്നു, ഗ്രോസ് പ്രോഫിറ്റ്സ്. ഈ രണ്ട് തരത്തിൽ മാറും. ഇതിൽ വേതനത്തിന്റെ അളവ് കുറയുകയും ലാഭത്തിന്റെ വിഹിതം കൂടുകയും ചെയ്യും. ഗ്രോസ് കൂടുകയും ചെയ്യും. അപ്പൊ ഇത് സംഭവിച്ചത് അമേരിക്കയിലോ യൂറോപ്പിലോ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചു. ഇന്ത്യയിൽ സംഭവിച്ചു, വിയറ്റ്നാമിലും ചൈനയിലും സംഭവിച്ചു. പക്ഷേ ഈ രാജ്യങ്ങളിൽ അവിടെ ഇനീക്വാലിറ്റി കൂടുമ്പോൾ അതിനൊപ്പം തന്നെ അവരുടെ ഏറ്റവും താഴെത്തട്ടുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു കഴിഞ്ഞ 40 വർഷത്തില് ലോകത്ത് ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ വേഗത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത്. ചൈനയൊക്കെ ദാരിദ്ര്യമില്ലാതെ, ഇന്ത്യയിലും ഏറെക്കുറെ വളരെ കുറഞ്ഞു. ദാരിദ്ര്യം മിക്ക രാജ്യങ്ങളിൽ നിന്നും മുഴുവൻ പോയിട്ടില്ല. താരതമ്യേന ഉള്ള ദാരിദ്ര്യം അല്ല പറയുന്നത്, റിലേറ്റീവ് പോവർട്ടി അല്ല പറയുന്നത്, ആബ്സൊല്യൂട്ട് പോവർട്ടി എന്നുള്ളത് വളരെ കുറവ്. ഇത് നടത്താനും കാരണമായത് ഈ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ തന്നെയാണ്. അതിന്റെ ഫലമായിട്ട് ശരാശരി വരുമാനം, ഒരു രാജ്യത്തിന്റെ ശരാശരി വരുമാനവും അമേരിക്കയുടെ ശരാശരി വരുമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള അകലം കുറഞ്ഞു. അപ്പൊ രാജ്യങ്ങൾക്കകത്ത് ഇനീക്വാലിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ശരാശരി വരുമാനത്തിന്റെ അകൽച്ച കുറയുകയും ചെയ്യും. ഇന്ത്യയിൽ ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായി. ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് പാസ്സായാൽ നിങ്ങൾ ഒരുപക്ഷെ അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയൊക്കെ പോയി ജോലി ചെയ്യും, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യും എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ആൾക്കാരുടെ സോഷ്യൽ മൊബിലിറ്റി കൂടി. ഒരു സാങ്കേതിക വിദ്യ പഠിച്ചാൽ നിങ്ങളുടെ കുടുംബം മൊത്തം മെച്ചപ്പെടും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതും ഗ്ലോബലൈസേഷന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മറക്കണ്ടാത്തൊരു കാര്യം, ഇപ്പൊ പിക്കറ്റി പോലുള്ള സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറയുമ്പോൾ ഇത് വിട്ടുപോകുന്ന ഒരു കാര്യം, ഇനീക്വാളിറ്റി കുറഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല പ്രധാനം, അതിനേക്കാളും കൂടുതൽ പ്രധാനം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം ഉയരുക എന്നുള്ളതാണ്. അതായത് മാനുഷിക ശേഷി ലഭിക്കാൻ കഴിയുന്നതിന് വേണ്ട ഒരു മിനിമം ഒരു വരുമാനം, അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വേണം. അത് കിട്ടാത്ത ആൾക്കാർക്ക് അവരുടെ വരുമാനം ഉയർന്നാൽ മാത്രമേ അവർ മനുഷ്യരായിട്ട് മാറും. ആ സ്ഥിതിയിലേക്ക് മനുഷ്യത്വം കൈവരിക്കാൻ ശേഷിയുള്ള ആൾക്കാരായി മാറുന്ന തരത്തിൽ അവരുടെ വരുമാനം വർദ്ധിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അതിനുശേഷം നമ്മൾ പിന്നെ ഈ ഇനീക്വാലിറ്റിയെ കുറിച്ച് ആലോചിച്ചാൽ, അപ്പൊ ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാരെ വരുമാനം ഉയർത്തുന്ന വളർച്ചാ പ്രക്രിയയിലും ഇനീക്വാലിറ്റി വർദ്ധിക്കും. ആ ഇനീക്വാലിറ്റി വർദ്ധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വേലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതിനേക്കാൾ കൂടുതൽ പ്രധാനം, ആ ഇനീക്വാലിറ്റി വർദ്ധിക്കുക എന്നതിനേക്കാളും കൂടുതൽ പ്രധാനം ഏറ്റവും താഴെത്തട്ടുള്ള ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെടുന്നു, അവർ മനുഷ്യരായി മാറുന്നു, അവരുടെ അടുത്ത തലമുറ കൂടുതൽ വിദ്യാഭ്യാസം സിദ്ധിച്ച് പുരോഗതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതാണ് ശരിക്കും ഇന്ത്യയിലും
UPA ഗവൺമെന്റിന്റെ ഒരു 10 വർഷക്കാലം കൊണ്ട് നടന്നു. ഉം. ഈ ഗ്ലോബലൈസേഷൻ എന്ന പ്രക്രിയയുടെ അതിന്റെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള വളർച്ച നടക്കും. ജനങ്ങൾക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാകും. അത്തരത്തിൽ വളരുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. കുറച്ചുപേര് വലിയ വലിയ ബില്യണയറായിട്ട് മാറും. പക്ഷേ ബാക്കിയുള്ളവരും അവര് ഏറ്റവും മനുഷ്യനെ നികഷ്ടനാക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് മനുഷ്യനായിട്ട് മാറുന്ന തലത്തിലേക്ക് അവരുടെ നിലവിലാണ് മുഴുകുകയും ചെയ്യും. ഉം. അപ്പൊ ഇത് നടക്കുമ്പോൾ ജർമ്മനിയില്, US ഒക്കെ വലിയ അസ്വസ്ഥതകളുണ്ട്. ഇതിന്റെ കൂടെയാണ് ഈ ഇമിഗ്രേഷൻ നടക്കുന്നത്. കഴിഞ്ഞ ഒരു 1916 ശേഷം സിറിയയിലുള്ള യുദ്ധം, അതിനു മുമ്പുള്ള അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം, മറ്റേ മിഡിൽ ഈസ്റ്റേൺ അവിടെയുള്ള പലതരത്തിലുള്ള അൺറസ്റ്റ്, ഇതൊക്കെ മുഖാന്തരം ധാരാളം ആൾക്കാർ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് പുറത്ത് പലായനം ചെയ്യേണ്ട സ്ഥിതി വന്നു. അങ്ങനെ പലായനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ശ്രമിക്കുക ഏറ്റവും വികസിതമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരാനാണ്. അങ്ങനെ അന്ന് അവിടെ ജനറോസിറ്റി കാണിച്ച രാജ്യങ്ങളിലൊന്നാണ് ജർമ്മനി. ഈ ആംഗല മെർക്കൽ എന്ന് പറയുന്ന ഉം. ഇന്ന് ഭൂരിപക്ഷമല്ലെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ടിൽ വെച്ചിട്ടുള്ള അതേ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ആംഗല മെർക്കൽ. ഉം. മെർക്കൽ അന്ന് മുന്ന കാലത്തെ ജർമ്മനി ചെയ്ത പാവത്തിന് പരിഹാരം എന്ന വണ്ണം ആൾക്കാരെ അടിച്ചു മാറ്റാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നതിന് പകരം ഒരു ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ ഒരു പോളിസി അന്ന് യാഥാർത്ഥ്യങ്ങളോട് കാണിച്ചു. ഉം. ധാരാളം പേര് വന്നു. ആ വന്നവരിൽ ചിലരും പല പക്ഷങ്ങളും കാണിക്കുന്നു. അവര് ഇസ്ലാമിക് റാഡിക്കൽസിന്റെ അടിമകളാണ്. അവര് അവിടെ പോയിട്ടും അവരുടെ ഈ ഐഡിയോളജി, എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിക്ക് അനുസൃതമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു. അത് അവിടെ അവർക്കെതിരെ ഒരു ജനങ്ങളുടെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ വഴിവെച്ചു. അതും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അത് അമേരിക്കയിൽ ഇപ്പൊ ട്രംപ് വന്നപ്പോ അതിന് ഒരു ആഗോളതലത്തിൽ ഇത്തരം ഉള്ള ഒരു റിസെന്റ്മെന്റിന് പുറത്തു വരാനുള്ള ഒരു വഴിയായിട്ട് ഈ ട്രംപിന്റെ ഇലക്ഷൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ജർമ്മൻ തെരഞ്ഞെടുപ്പ് ഫലം സത്യത്തിൽ നമ്മളെ ആരും അത്ഭുതപ്പെടുത്തിയില്ല. ഇത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു ഫലമാണ് വന്നത്. എന്നാലും ഈ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfDക്ക് 2021 കിട്ടിയ വോട്ട് ഷെയറിൻ്റെ ഇരട്ടി ലഭിച്ചു എന്ന് പറയുന്നത് യൂറോപ്യൻ രാഷ്ട്രീയത്തിൻ്റെ വർത്തമാനകാലത്തിൻ്റെ പൊതു സ്വഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? അരുൺ, എങ്ങനെയാണ് ഈ AfDയുടെ ജനസമ്മതി ഇരട്ടിയായി വർദ്ധിച്ചതിനെ കാണുന്നത്? ഇത് രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, രാഷ്ട്രീയം ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അത്ര എളുപ്പം മനസ്സിലാവാൻ എളുപ്പമല്ല. നമ്മുടെയൊക്കെ ജീവിതം എന്ന് നമ്മളെ അതിന് രൂപപ്പെടുത്തുന്നത് നമ്മുടെ ലോക്കൽ വാർഡ് മെമ്പർ രാഷ്ട്രീയവും അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് MP രാഷ്ട്രീയവും മാത്രമല്ല, ലോക അടിസ്ഥാനത്തിൽ നടക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അമേരിക്കയിൽ US ഫെഡ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി, കൂട്ടി കുറച്ചു. ഉടനെ നമ്മുടെ ഓഹരി കമ്പോളത്തിൽ അതിന്റെ പ്രതിഫലനം കാണും. H1B വിസ ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്യും എന്ന് ഒരു പോളിസി അവർ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ IT ഇൻഡസ്ട്രിയിലൊക്കെ ആൾക്കാർ അവരുടെ റിക്രൂട്ട്മെന്റ് കുറയ്ക്കും. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന് പുറമെ അവരെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ഭാവിയെ വൻതോതിൽ സ്വാധീനിക്കുക എന്ന സ്ഥിതി വരുമ്പോൾ ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കാൻ അവരെ എളുപ്പം സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നിശ്ചയിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാത്രം കാര്യങ്ങളാണ്. ഇപ്പോ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, US ഫെഡ്, ഇതിനെക്കുറിച്ച് നാട്ടുകാർ ഒരുവിധം കേട്ടിട്ടുണ്ട്. പക്ഷേ IOSCO എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷണേഴ്സ് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. IMF കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിനെ കുറിച്ചിട്ട് അത്ര തന്നെ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ബാങ്കിനെ എത്രമാത്രം ക്യാപിറ്റൽ മാറ്റി വെക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു
ഒരു അണ്ടർസ്റ്റാൻഡിങ് ബാസൽ നോംസ് നിശ്ചയിക്കുന്ന സാധനമാണ് ഈ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. അപ്പോൾ അത് തീരുമാനിക്കുകയാണ് നിങ്ങളുടെ ബാങ്കുകൾക്ക് ഒരു 8% എങ്കിലും ക്യാപിറ്റൽ വേണം. മൊത്തം എത്ര നിങ്ങൾ കടം കൊടുക്കുന്നു അതിന്റെ 8% ക്യാപിറ്റലായി മാറ്റി വെക്കും. ഇത് വേണമെങ്കിൽ 20% കൂട്ടി വെക്കും. അപ്പോൾ പിന്നെ ബാങ്കുകൾക്ക് കടം കൊടുക്കാനായിട്ട് കാശുണ്ടാവില്ല. ഉം. അവർക്ക് പിന്നെയും കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ മാത്രമേ കടം കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇതൊരു വളരെ ജനത്തിന്റെ കയ്യിൽ കടം വാങ്ങിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ നടപടിയിലും ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നിശ്ചയിക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ മാത്രം, റിസർവ് ബാങ്കിന്റെ മാത്രം പോളിസി അല്ല. അവിടെ ദൂരെ സ്വിറ്റ്സർലൻഡിൽ ഇരിക്കുന്ന ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റിന്റെ ക്യാപിറ്റൽ അഡിക്വസി നോമാണ് നിശ്ചയിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ കൂടിക്കുഴഞ്ഞാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. കിടക്കുന്നു. അപ്പോ അപ്പോ ചൈനയിലേക്ക് മാനുഫാക്ചറിങ് ജോലികൾ മാറി. ഒരു 2000-ന് ശേഷം വൻതോതിൽ 90-കൾക്ക് ശേഷം തന്നെ മാറ്റം തുടങ്ങി. അമേരിക്കയിലോ യൂറോപ്പിലോ ഉണ്ടായിരുന്ന ചെറുകിട മാനുഫാക്ചറിങ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നടത്തുന്ന സ്ഥലമായിട്ട് ചൈന മാറി. ഈ IT സർവീസസ് ഇൻഡസ്ട്രി വളർന്നതോട് കൂടിയിട്ട് വളരെ വൻതോതിൽ ഒരു വൈറ്റ് കോളർ ജോലികളും ഇവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഫിലിപ്പീൻസിലെ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മാറി. അങ്ങനെ ആവുമ്പോൾ ഇത്തരം ജോലികൾ ചെയ്ത് മിഡിൽ ക്ലാസ് ജീവിതം നയിച്ചിരുന്ന അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കും ആ തലത്തിൽ തുടരാൻ പറ്റില്ല എന്ന് സ്ഥിതി വന്നു. അപ്പൊ അവരാരെ കുറ്റം പറയും? ഉം. അവർക്ക് കാണുന്നത് അവരുടെ പണ്ട് ഹൈസ്കൂൾ പാസ്സായ ഒരാൾക്ക് ഒരു മിഡിൽ ക്ലാസ് അമേരിക്കൻ ആവാൻ സാധിക്കുമായിരുന്നു. ഇന്ന് നിങ്ങൾ കുറച്ച് കൂടുതൽ പഠിച്ച് ഒരു കോളേജ് ഡിഗ്രി എടുത്താൽ മാത്രമേ നിങ്ങൾ മിഡിൽ ക്ലാസ്സിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ഇതിൽ ആരെ കുറ്റം പറയും? അങ്ങനെ കോളേജിൽ പ്രവേശിക്കണമെങ്കിൽ വൻതോതിൽ കടം വാങ്ങിയിട്ട് വേണം ഒരു കോളേജിന്റെ ഫീസ് അടയ്ക്കാനും കോളേജ് താമസ ചെലവഴിക്കാനും. ആ കടം തിരിച്ചു പോറ്റണം. അത് തിരിച്ചു കൂട്ടാനായിട്ട് നോക്കുമ്പോൾ ജോലി വേണ്ടത് കിട്ടുന്നില്ല. ജോലി കിട്ടുകയാണെങ്കിൽ തന്നെ അതിന്റെ വരുമാനം തളം കെട്ടി നിൽക്കുക. കാരണം എന്താണ്? അത്തരം ജോലികൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യുന്ന ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ ടെക്നോളജിക്കോ അത് മാറിക്കൊടുക്കും. ഉം. അപ്പോ ഈ അവർ കാണുന്നത്, അതേസമയം അവർ ബുദ്ധിമുട്ടുമ്പോൾ അവരുടെ തന്നെ സമൂഹങ്ങളിൽ ഏറ്റവും വിലക്കുള്ള ആൾക്കാർ വലിയ വലിയ വൻ കോടീശ്വരന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോ കക്ഷി $400 ബില്യൺ എന്നാണ് എലോൺ മസ്കിന്റെ അതെ, ആസ്തി. ആസ്തി. അപ്പൊ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ പ്രശ്നമുണ്ടാവും. അപ്പൊ ഇതിനൊരു പരിഹാരം ഈ ഈ വികസിത രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് പാർട്ടികൾക്ക് ഇതിനൊരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇല്ല എന്ന് നടിക്കാനാണ്, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് നടിക്കാനാണ് അവർക്ക് കൂടുതൽ എളുപ്പം. അത്തരത്തിൽ പോകുമ്പോഴാണ് ഈ തരം പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഡൊണാൾഡ് ട്രംപിനെ പോലെ അല്ലെങ്കിൽ ജർമ്മനിയിലത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളെ പോലെ ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മുടെ മധ്യത്തിലുള്ള പുറം വംശജരാണ്, ഏലിയൻസ് ആണ് എന്നുള്ള ഒരു ധാരണ പരത്താനായിട്ട് ഇവർക്ക് കഴിയുന്നു. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെ കാണുന്നുണ്ടല്ലോ, ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ മുസ്ലിം മൈനോറിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടുത്തെ ഇന്നത്തെ ഭരണകക്ഷി അധികാരത്തിൽ വന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവണത, എളുപ്പത്തിലുള്ള ഒരു സൊല്യൂഷൻ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞൊപ്പിക്കാനായിട്ട് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, AFD പോലുള്ള പാർട്ടികൾ സാധിക്കുന്നു. അപ്പൊ AFD എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം പണ്ടത്തെ നാസി പാർട്ടി അടുത്ത് വരെ പോകുന്നതാണ്. ഇപ്പോഴും കഴിഞ്ഞ 2-3 വർഷം മുന്നേ അവരുടെ എലീറ്റ് കമാൻഡോ ഫോഴ്സിന്റെ ഒരു ചെറിയ വിഭാഗത്തിനെ അവർക്ക് പിരിച്ചുവിടേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ ആ വിഭാഗത്തിന്റെ ഉള്ളില് നാസി പാർട്ടിയുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. ഞാൻ പറഞ്ഞ ആർമിയുടെ അകത്തുള്ള, ആർമിയിലെ തന്നെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള കമാൻഡോ യൂണിറ്റിന്റെ അകത്താണ് ഒരു സംഘത്തിനെ അവർക്ക് പിരിച്ചുകൊണ്ടുവന്നു. ഈ നാസി എന്ന് പറയുന്ന ഒരു ചിന്താഗതി ജർമ്മനിയിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നും. അത് പല ഭാഗത്തുമായി ഡിസ്ട്രിബ്യൂട്ടറെ കിടക്കുന്നു. ഇത് പുറത്തു വരാനുള്ള അവസരം കിട്ടുമ്പോൾ പുറത്തു വരുന്നു. ഇല്ല, നമ്മൾ സംസാരിച്ച് വന്നതിൽ അമേരിക്കൻ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഈ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള ഇനീക്വാളിറ്റിയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ അരുൺ വളരെ വളരെ ലളിതവും വ്യക്തമായിട്ടും പറഞ്ഞു. അതെങ്ങനെയാണ് ഈ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകളിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് പറഞ്ഞു. ജർമ്മനിയിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇനി
ഇദ്ദേഹത്തിൻ്റെ ഈ ഫ്രെഡറിക് മേഴ്സിൻ്റെ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഒരു ലോങ് ടൈം അറ്റ്ലാന്റിസ്റ്റ് ആയിട്ടുള്ള മേഴ്സ് പറഞ്ഞൊരു വാചകം ആണ് ഞാൻ അരുണിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് ഞാൻ പറയുന്നത്. അരുണിൻ്റെ പ്രതികരണം എനിക്ക് അതിനകത്ത് വേണമെന്നുണ്ട്. യൂറോപ്പ് അമേരിക്കയുടെ നിഴലായി തുടരാതെ സ്വതന്ത്രമാകണമെന്നുള്ളൊരു അഭിപ്രായമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ആ, ഈ വാചകം ഒരു പടിഞ്ഞാറൻ യൂറോപ്യൻ നേതാവും കഴിഞ്ഞ നമ്മുടെ ഓർമ്മയുള്ള ദശകങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാചകമാണ് യൂറോപ്പ് അമേരിക്കയുടെ നിഴലായി തുടരാതെ സ്വതന്ത്രമാകണം എന്നുള്ളത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഈ മേഴ്സ് കാണുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറും ഒരു കിനാവ് കാണലാണോ? അത് പ്രായോഗികമാണോ അമേരിക്കയിൽ നിന്നും യൂറോപ്പ് ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്നത്? പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആവുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ഓർക്കേണ്ടത്, ഇത് ആദ്യം പറയുന്നത് ജർമ്മനിയിലത്തെ മെഴ്സ് അല്ല, ഇമാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് ട്രംപിന്റെ ആദ്യത്തെ ടേമിന്റെ സമയത്ത് പറയുന്നത് നേറ്റോ ഹാസ് ബിക്കം ബ്രെയിൻ ഡെഡ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ, അതെ. അതിന്റെ തലച്ചോറ് മരവിച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു യൂറോപ്യൻ സാങ്കത്യം നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതായത് യൂറോപ്പിന് തന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് എന്ന് മാക്രോൺ പറഞ്ഞു. അപ്പോൾ നേറ്റോക്കകത്ത് അമേരിക്ക ഇല്ലാതെ തന്നെ ഒരു യൂറോപ്യൻ സൈന്യം അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സായുധ ശേഷി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആദ്യം പറയാന്ന് വെച്ചാൽ മാക്രോൺ. ഉം. അപ്പോ ഈ ട്രംപ് അന്ന് JCPO, ഇറാനിയൻ ന്യൂക്ലിയർ ഡീൽ സ്ക്രാപ്പ് ചെയ്തു, യൂണിലാറ്ററലായിട്ട് അമേരിക്ക അതിൽ നിന്ന് പിന്മാറി. അപ്പൊ അമേരിക്കയും യൂറോപ്പും യൂറോപ്യൻ യൂണിയനും റഷ്യയും എല്ലാം കൂടിയിട്ടാണ് ഈ ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയപ്പോൾ ഈ ഡീൽ കൊലാപ്സ് ചെയ്തു. അപ്പൊ യൂറോപ്യന്മാർ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ വിളിച്ചു നിൽക്കണം. അന്ന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പൊ ഞാൻ ആ ആർട്ടിക്കിളിന്, എക്കണോമിക് ടൈംസ് പബ്ലിഷ് ആർട്ടിക്കിളിന് ഒരു തലവാചകം കൊടുത്തത് ഈ വിംസ് ഓഫ് യൂറോപ്പ്, നട്ടലില്ലാത്ത യൂറോപ്യൻ നേതാക്കളെ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അത് അപ്പൊ ആ നട്ടലില്ലായ്മ അനുഭവപ്പെട്ടിട്ട് കുറച്ചു കാലമായി. അതിന്ന് അവർ സ്വയം അംഗീകരിക്കുകയും എന്നാൽ ശരി പുറത്തേക്ക് കൈ ചുറ്റി നട്ടലുണ്ടോ എന്ന് തപ്പാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മെഴ്സിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. അപ്പൊ പക്ഷെ അപ്പൊ യൂറോപ്പ് ഈ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ഈ JD വാൻസ് പറഞ്ഞൊരു വാചകമാരും ശ്രദ്ധിച്ച് കാണും. യൂറോപ്പ് ഈസ് ടു വീക്ക്, ടു ലിബറൽ ആൻഡ് ടു ഐഡിയോളജിക്കലി ഡൈവേഴ്സ് ടു ബി വർത്ത് പ്രൊട്ടക്റ്റിംഗ് എനി ലോങ്കർ. ഇത് ഇതിൽ യൂറോപ്പ് വീക്കാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. യൂറോപ്പ് കുറേ കാര്യങ്ങളായിട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് തോന്നുന്നത് ആ മൂന്ന് ഭാഗങ്ങളിലെ അവസാനത്തെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, യൂറോപ്പ് ഈസ് ടു ലിബറൽ ആൻഡ് ടു ഐഡിയോളജിക്കലി ഡൈവേഴ്സ് ടു ബി പ്രൊട്ടക്റ്റഡ് എനി ലോങ്കർ എന്നുള്ളതാണ്. ഈ ഇത് അമേരിക്ക യൂറോപ്പിലെ വലതുപക്ഷത്തിനോട് നൽകുന്ന ഒരു സന്ദേശമാണോ, അതോ അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം, അമേരിക്കയുടെ സാമ്പത്തിക കുഴപ്പങ്ങളും അമേരിക്കയിലെ സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം അമേരിക്കയ്ക്ക് ഇനി ഈ ഭാരം ചുമക്കാൻ വയ്യാത്തത് കൊണ്ടാണോ? അമേരിക്കക്ക് ഭാരം ചുമക്കാൻ വയ്യാത്തതുകൊണ്ടല്ല. ഈ ഈ അമേരിക്ക പറയുന്നതിന്റെ ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, യൂറോപ്പിലേതും ഏഷ്യയിലേതും ആഫ്രിക്കയിലെയും എല്ലാ രാജ്യങ്ങളും അവരുടെ മൊത്തം ബജറ്റിന്റെ, അവരുടെ സർക്കാരിന്റെ ചെലവിന്റെ വലിയൊരു ശതമാനം ആയുധങ്ങളിലേക്ക് വേണ്ടി ഇനി ചെലവഴിക്കണം എന്നുള്ളത്. ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ ആയുധങ്ങൾ വാങ്ങാൻ അവർ തുടങ്ങുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടാൻ പോകുന്നത് അമേരിക്കൻ ആയുധ കമ്പനികൾക്ക്. അതെ. അപ്പൊ ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു ഒരു അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ സഹായിക്കുന്ന ഒരു നീക്കമാണ് ട്രംപ് ചെയ്യിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇന്ന് ലോകത്തില് പണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന രണ്ട് സിസ്റ്റങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ നിലവിലുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം സംവിധാനം, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള മുതലാളിത്തം എന്ന് പറയുന്ന വേറൊരു സംവിധാനം. അങ്ങനെ രണ്ട് സിസ്റ്റംസ് തമ്മിലുള്ള ഒരു മത്സരവും കോൺഫ്ലിക്റ്റുമാണ് കോൾഡ് വാറിന് അടിസ്ഥാനമായിട്ട് വർദ്ധിച്ചിരുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്. ഇന്ന് അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ് നിലവിലുണ്ട്. ഇന്ന് ലോകത്തിൽ
ക്യൂബ, നോർത്ത് കൊറിയ എന്നുള്ള രണ്ട് തുച്ഛ രാഷ്ട്രങ്ങൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ലോകത്തെമ്പാടും നടമാടുന്നത് മുതലാളിത്തം. ചൈനയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലുണ്ട് എന്നത് ശരി. അത് കേരളത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നുണ്ട് എന്നുള്ളത് അത്രമാത്രമേ ഗണിക്കേണ്ട കാര്യമുള്ളൂ. അതെ. അവിടെ നടക്കുന്ന സമ്പദ്ഘടന എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ്ഘടന. അത് കാൾ മാർക്സിന്റെ ഏറ്റവും ഏഹ്, ഇതിന് ഒരു സംഗതി മുതലാളിത്തമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ ഉപകരിക്കുന്ന ഒരു മാനദണ്ഡം മാർക്സ് വളരെ ലളിതമായിട്ട് പറയുന്നു. ഉം. അധ്വാനശേഷി വിൽക്കുന്നുണ്ടോ, അതൊരു കച്ചവട ചരക്കാണോ അല്ലയോ എന്ന് മാത്രമാണ് നോക്കിയാൽ മതി. ഉം. ഒരാളെ ജോലി എടുക്കുന്നത് ഒരു വേതനത്തിന് വേണ്ടിയാണെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അത് ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്ത് മാവോ സിംഗോ ഷീ ജിൻപിങ് ആരായാലും അത് മാറ്റമില്ല. അത് സാമ്പത്തിക നിലയ്ക്ക് മുതലാളിത്തമാണ്. ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നിലവിലാളുന്ന ഏഹ്, എന്താ പറയുക സമ്പദ് വ്യവസ്ഥ മുതലാളിത്തത്തിന്റെ. അതെ. ഇതായിരിക്കെ എന്ത് സിസ്റ്റമിക് റൈവലറിയാണ് ഇന്ന് ലോകത്തുള്ളത്. അപ്പൊ അത് പല രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം എന്ന നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. അതൊരു സിസ്റ്റമിക് കോൺഫ്ലിക്റ്റ് അല്ല. ഇത് അമേരിക്കയെ എന്താ പറയാ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ ചൈന തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഉം. അത് തടയണം എന്നുള്ള ഒരു ഇതിന് പുറമെ ഇതിൽ വേറെ ഒരു സിസ്റ്റമിക് റൈവലറി നമ്മൾ ആരോപിച്ചാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. ചൈന ഇസ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഉം. പക്ഷേ ചൈന ഇസ് എ ഗ്ലോബൽ പവർ. അതെ. റഷ്യ ഇസ് എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. പക്ഷേ റഷ്യ ഇസ് ഓൾസോ വീക്കൻഡ് ഗ്ലോബൽ പവർ. അപ്പൊ അതിനെ മുഴുവൻ അടിച്ചമർത്തി ഇല്ലാതായി ചെയ്യുക എന്നുള്ളതാണ് പണ്ട് നേറ്റോ ശ്രമിച്ചിരുന്നത്. നേറ്റോ സോവിയറ്റ് യൂണിയൻ കൊലാപ്സ് ചെയ്ത സമയത്ത് ഇനി ഞങ്ങൾ കിഴക്കോട്ട് വ്യാപിക്കില്ല എന്നൊരു അഷുറൻസ് ഗോർബച്ചോവിന് അമേരിക്കക്കാർ കൊടുത്തിരുന്നു. കൊടുത്തിരുന്നു. അത് തടകവിരുദ്ധമായിട്ടാണ് പിന്നെ അവര് പല പല പടിപടിയായിട്ട് ആ. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ, പണ്ട് സോവിയറ്റ് യൂണിയന്റെ സാറ്റലൈറ്റുകളായിരുന്ന പല രാജ്യങ്ങളെയും അതെ. നേറ്റോ മെമ്പർഷിപ്പായിട്ട് എടുത്തത്. അപ്പൊ പുടിൻ അധികാരത്തിൽ വന്നതിന് ശേഷം പുടിൻ ഇതിന് തടയണം തീരുമാനിച്ചു. അപ്പോ 2008 ഉള്ള നേറ്റോ സമ്മിറ്റിലാണ് ഇനി കുറെ രാജ്യങ്ങൾക്കും കൂടി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂടി കൊടുക്കാൻ തീരുമാനിച്ചത്. ജോർജിയയ്ക്ക് നേറ്റോ മെമ്പർഷിപ്പ് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടെയുള്ള രണ്ട് പ്രദേശങ്ങളിലെ ഒരു റബൽ പ്രവിശ്യകളെ പുടിൻ സഹായിച്ചു. അത് പിന്നെ യുദ്ധമായിട്ട് മാറി. സോ റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ട് ഇത് ബ്രേക്ക് അവേ എന്താണ് ഒസറ്റിയ, അബ്ഖാസിയ എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങൾ ജോർജിയയിൽ നിന്ന് വിട്ടുമാറി. ഉം. അപ്പൊ അത് റഷ്യയുടെ കൺട്രോളിലാണ്. അപ്പൊ അവിടെ സൈന്യത്തിന് അയച്ച ശേഷം ആ ജോർജിയ ഇവിടെ ഇതിൽ ചേരുക എന്നുള്ള ഏർപ്പാട് നിർത്തി. നേറ്റോയിൽ ചേരുക എന്നുള്ള ഏർപ്പാട് നിർത്തി. 2014 അവിടെ ഒരു മൈദാൻ റെവല്യൂഷൻ 13 തുടങ്ങി. ഒരു മൈദാൻ റെവല്യൂഷൻ തുടങ്ങി. 14 റഷ്യൻ അല്ലയായിരുന്ന യാനുക്കോവിച്ച് എന്ന് പറയുന്ന ആളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഒരു നേതാവിനെ കൊണ്ടുവന്നു. ഉം. ആ സമയത്ത് പുടിൻ ക്രൈമിയ ഏറ്റെടുത്തു. അതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈമിയ എന്ന് പറയുന്നത് ആദ്യത്തെ tsar, വ്ളാഡിമിർ ഒന്നാമൻ ആ. ക്രിസ്ത്യാനിറ്റി അംഗീകരിച്ച് എന്താണ് ബാപ്റ്റൈസ് ചെയ്യുന്നത് ക്രൈമിയയിൽ വെച്ചിട്ടാണ്. ഉം. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രൈമിയൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടാണ് ഒരു നഴ്സിംഗിന്റെ പ്രതിരൂപമായിട്ട് ലോകത്തെമ്പാടും പ്രസിദ്ധയാകുന്നത്. ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് എന്നുള്ള ഫേമസ് പോയം അത് ക്രൈമിയയിൽ നടന്ന ഒരു സംഭവത്തിന് ഉദ്ദേശിച്ചിട്ടാണ്. അത് റഷ്യയായിട്ടുള്ള ഓട്ടോമാൻ എംപയറും റഷ്യയും തമ്മിലുള്ള ഒരു വഴക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഓട്ടോമാനെ സഹായിച്ച് ബ്രിട്ടനും ഫ്രാൻസും പോയതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു സംഭവത്തെയാണ് ഈ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡിൽ പ്രതിനിധിക്കുന്നത്. അപ്പൊ ക്രൈമിയ ചരിത്രപരമായിട്ട് എല്ലായ്പ്പോഴും റഷ്യയുടെ ഭാഗമായിരുന്നു. ക്രൈമിയയിലാണ് റഷ്യയുടെ വാം വാട്ടർ പോർട്ടും നേവൽ ബേസും നിലകൊള്ളുന്നത്. സെവാസ്റ്റോപോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് റഷ്യയുടെ ബ്ലാക്ക് സീയിലുള്ള സെവാസ്റ്റോപോൾ എന്ന സ്ഥലത്താണ് അവരുടെ വാം വാട്ടർ നേവൽ ബേസ്. അപ്പോൾ ഒരു അല്ലെങ്കിൽ അവരുടെ നേവൽ ബേസുകളൊക്കെ തന്നെ പകുതി ഐസിന്റെ അടിയിൽ കിടക്കുന്ന ആർട്ടിക്കിന്റെ അടുത്തും അല്ലെങ്കിൽ സി ഓഫ് ജപ്പാന്റെ അടുത്തും ഒക്കെ ഏറ്റവും വ്ളാഡിവോസ്റ്റോക്കിന്റെ ആ ഭാഗത്തുള്ള സ്ഥലത്തും അല്ലെങ്കിൽ ബാൽക്കൻ പ്രദേശങ്ങളിലും ബാൽക്കൻ സീയിൽ ആണ് പിന്നെ അവരുടെ പോർട്ടുള്ളത്. ബാൽക്കൻ സീക്ക് ചുറ്റും ശത്രു രാജ്യങ്ങളാണ്.
അപ്പൊ അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള നേവൽ ബേസ് എന്ന് പറയുന്നത് ഈ സെവാസ്റ്റോപോളുള്ള സാധനം. അത് സെവാസ്റ്റോപോൾ 1953 ക്രൂഷ്ചേവ് യുക്രൈന് വിട്ടുകൊടുത്തു. 53 54 53 വരെ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ അങ്ങനത്തെ ഒരു പാളിച്ച കാണിക്കില്ല. 54 ക്രൂഷ്ചേവ് അധികാരത്തിൽ വന്നപ്പോഴാണ് ക്രൂഷ്ചേവ് ഈ സാധനത്തിനെ ക്രൈമിയെ യുക്രൈന്റെ ഭാഗം. പിന്നീട് 91 സോവിയറ്റ് യൂണിയൻ കൊലാപ്സ് ചെയ്തപ്പോ യുക്രൈൻ വേറെ രാജ്യമായി മാറിപ്പോ ഈ ക്രൈമിയും അതിൻ്റെ കൂടെ പോയി. പക്ഷെ അന്നൊന്നും തന്നെ തങ്ങളുടെ നാവികത്താവളം വേറൊരു രാജ്യത്തിലേക്ക് പോകുന്നു എന്നൊരു ഭീതി റഷ്യക്ക് ഉണ്ടായിരുന്നില്ല. അത് തന്നെ. ഇപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട കോസ്മോനോട്ട് എന്താണ് കോസ്മോഡ്രോം അവരുടെ സ്പേസിന് വേണ്ടിയിട്ടുള്ള കസാഖ്സ്ഥാനിലാണ്. അത് പക്ഷെ വേറൊരു രാജ്യത്താണെന്നുള്ള പേടി അവർക്ക് ഇപ്പോഴും ഇല്ല. കസാഖ്സ്ഥാൻ റഷ്യയും തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. അപ്പൊ ക്രൈമിയുമായിട്ട് അല്ല, യുക്രൈനായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ആ ബന്ധം പോയി. തങ്ങളുടെ നേവൽ ബേസ് ഇനി ഒരു നേറ്റോ രാജ്യത്തിന്റെ അധീനതയിൽ വരാൻ പോകുന്നു സ്ഥിതി വന്നപ്പോ ഇത് പറ്റില്ലാന്ന് പുടിൻ തീരുമാനിച്ചു. അത് ക്രൈമിയെ ഏറ്റെടുത്തു. അപ്പൊ അയാൾ അവിടെ റെഫറൻഡം നടത്തിയ ക്രൈമിൽ താമസിക്കുന്ന ആൾക്കാർ അധികം പേരും റഷ്യക്കാരായിരുന്നു. അപ്പൊ അവര് റഷ്യയുടെ ആകാനായിട്ടാണ് വോട്ട് ചെയ്തത്. സോ ദേ ബിക്കം പാർട്ട് ഓഫ് ക്രൈം. അപ്പൊ ഇതും റിവേഴ്സ് ചെയ്യണം. അപ്പൊ നേവൽ ബേസ് മാത്രം കിട്ടുമെന്ന് കാര്യമില്ലല്ലോ. ഹൗ ഡു യു ആക്സസ് ദ നേവൽ ബേസ്? മോസ്കോയിൽ നിന്നോ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നോ ഉള്ള സാധനങ്ങളും സാമഗ്രികളും ഈ നേവൽ ബേസിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് പോകേണ്ടതും ഈ ഈസ്റ്റേൺ യുക്രൈൻ കൂടിയാണ്. ഈ നീപ്പർ നദിയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, അത് ഈ നീപ്പർ നദി നെടുകെ തെക്ക് വടക്കായിട്ട് പോകുന്ന ഒരു നദിയാണ്. അതിന്റെ കിഴക്ക് ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന്റെ പ്രാബല്യത്തിലും അതിന്റെ പടിഞ്ഞാറ് കാത്തലിക് ചർച്ചിന്റെ പ്രാബല്യത്തിലും വരുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ ഇത് പണ്ട് തൊട്ടേ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ഒരു സ്പർദ്ധ നടക്കുന്ന പ്രദേശമാണ്. അവിടെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ വേർതിരിക്കുന്ന പ്രദേശമാണ് ഈ ഡിപ്പ്. അപ്പൊ അതിന്റെ കിഴക്കുവശത്ത് കൂടിയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് അല്ലെങ്കിൽ മോസ്കോയിൽ നിന്ന് ഈ ക്രൈമിയയിലേക്കുള്ള റോഡ് പോകുന്നത്. അപ്പൊ അതും വിട്ടുകൊടുക്കാൻ പുടിൻ തയ്യാറല്ല. ഇപ്പോ യുദ്ധം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയുടെ അരികിൽ വരുന്ന യുക്രൈൻ പ്രദേശങ്ങളൊക്കെ തന്നെ റഷ്യക്ക് ഈ റൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള പ്രദേശങ്ങളാണ്. ഇതാണ് സംഭവിച്ചത്. ഈ യൂറോപ്പിനോടുള്ള US-ന്റെ എതിർപ്പ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? അവിടെയുള്ള ഇന്ത്യക്കാർ എങ്ങനെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങളെ കാണുന്നത്? ഇപ്പോൾ യൂറോപ്പിലുള്ള ആൾക്കാർക്ക് ഇത് അവർക്ക് വളരെ സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അതായത് ലോകത്തില് ഒരു പവർ സെന്ററും കൂടി വരിക എന്നുള്ളത് ഇന്ത്യക്ക് നല്ലൊരു ഡെവലപ്മെന്റ്. ഇപ്പൊ ലോകത്തിലാകെ ചൈനയും US-ഉം മാത്രമാണ് വലിയ കക്ഷികൾ എന്നൊരു സ്ഥിതി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും US-നെ ആശ്രയിക്കേണ്ടി വരും. ചൈനയ്ക്ക് എതിരായിട്ട് ചൈന നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കാം. അവർ നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കാൻ നോക്കുന്നു, പലതരത്തിലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. അപ്പോൾ ചൈനയെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് നമുക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. ആ സഹായം പക്ഷെ വെറുതെ തരാൻ അമേരിക്ക തയ്യാറാവില്ല. അതിന് ഒരു വില കൊടുക്കേണ്ടി വരും. നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അതിന് തടസ്സം വരുത്തിയിട്ട് മാത്രമേ നമുക്ക് അമേരിക്കൻ ഹെൽപ്പ് കിട്ടൂ. അപ്പൊ ഈ രണ്ട് പവർ സെന്റേഴ്സ് മാത്രം ഉണ്ടാവാനുള്ളത് ഇന്ത്യക്ക് നല്ലൊരു സംഗതി. അതുകൊണ്ടാണ് നമുക്ക് റഷ്യയെ ഒരു പവർ സെന്ററായി നിലനിർത്തണം എന്നൊക്കെ നിർബന്ധം. അപ്പൊ ഇനി റഷ്യക്ക് പുറമെ യൂറോപ്പും വേറൊരു പവർ സെന്ററായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മൾട്ടിപോളാർ വേൾഡാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി ആഗ്രഹിക്കുന്ന ഇന്ത്യ പോലുള്ള അപ്പോൾ വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അരുൺ പറഞ്ഞത്. എനിക്കത് അതിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. ഡീപ്പായിട്ട് ഈ കാര്യങ്ങളെ കാണാനുള്ള ശേഷി അരുണിനുള്ളത് കൊണ്ട് 40 മിനിറ്റിൽ അത് വളരെ ഇൻറ്റൻസായി ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം, TK അരുൺ. Thank you, Gopalakrishnan, and I wish your project a great success. Thank you.